പുനലൂരിൽ മരുമകന്റെ അടിയും ചവിട്ടുമേറ്റ് വീണ അമ്മായിയമ്മ മരിച്ചു. മരുമകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹൈസ്കൂൾ ജംഗ്ഷനിൽ ദർഭവിള വീട്ടിൽ 70-കാരിയായ സൈത്തും ബീവിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മകളുടെ ഭർത്താവ് ഉസ്മാനെ പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ഉസ്മാനും ഭാര്യ ഹസീനയുമായി ഉണ്ടായ വഴക്കിനിടെ ഭാര്യമാതാവ് ഇടപെട്ടതോടെ ഇയാൾ പ്രകോപിതനായി വയോധികയെ മുഖത്തടിച്ചു. നിലത്ത് വീണ വയോധികയുടെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. അനക്കമറ്റ് കിടന്ന സൈത്തും ബീവിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മദ്യലഹരിയിൽ എത്താറുള്ള ഇയാൾ ഭാര്യയെയും ഭാര്യമാതാവിനെയും ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഓക്കെ മുഖത്ത് പാടുണ്ടല്ലേ? ഇന്ന് 3:22 മണിയോടുകൂടി പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഇൻറ്റിമേഷൻ നമുക്ക് ലഭിക്കുകയും ആ ഇൻറ്റിമേഷനിൽ സെയ്തുൽ ബീവി 70 വയസ്സ് ബ്രോഡ് ഡെഡായി ഹോസ്പിറ്റലിൽ എത്തി എന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാഥമികമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇത് ഒരു കൊലപാതകമാകാൻ സാധ്യതയുണ്ട്, മരുമകൻ ഈ ആളെ ഉപദ്രവിച്ചു എന്ന് അറിയുകയാൽ ആ നിമിഷം തന്നെ നമ്മൾ പോലീസ് പാർട്ടി പോയി അതിന് ഉത്തരവാദിയായ മരുമകൻ ഉസ്മാനെ കസ്റ്റഡി എടുക്കുകയും മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം സ്റ്റേഷനിലെ പാറാവിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നാളെ രാവിലെ ഇൻക്വസ്റ്റും സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെയും ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് ഫോട്ടോഗ്രാഫറുടെയും സേവനങ്ങൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ്. നിലവിൽ പ്രതി കസ്റ്റഡിയിലുണ്ട്. വയോധികയുടെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.